അമ്പ് വില്ല് സൂചി ചവളൻ ചങ്ങല കത്തി തോട്ടി കല്ല് ചാട്ടോളി ചക്കര വാൾ കുന്തം പോലത്തതായ ആയുധങ്ങളുണ്ട്. ഉറയിൽ കിടക്കുന്ന ഘടകമത അവർ വലിച്ചോരുകയാണ്. എന്നിട്ട് താവള ചുവടുകളുമായി എന്റെ പ്രിയപ്പെട്ടവരെ അക്ഷരാർത്ഥത്തില് ആ ഹൈബറിന്റെ രണാങ്കണത്തെ ഇടുകിട വിറപ്പിക്കാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബാ കിറാമുകളെ ഒരു ഭാഗത്ത് നബിതങ്ങളെ അണിനിരത്തിയിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹാബാ കിറാമുകളോട് ഹബീബായിരിക്കുന്ന പ്രവാചകൻ പറയുന്നു, ഓ പ്രിയപ്പെട്ട സഹാബികളെ, അല്പസമയം കഴിഞ്ഞാല് ഇവിടെ ഘോരമായ ഒരു പോരാട്ടം അരങ്ങേറാൻ പോകുകയാണ്. പരിശുദ്ധമായ ദീനിനെയും അതുപോലെ എന്നെയും തകർത്തെറിയാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ദുഷ്ടനായിരുന്ന മുറഹിബ് ഇവനോട് പടപെട്ടാൻ പോവുകയാണ്. അതുകൊണ്ട് എന്റെ സഹാബ, നിങ്ങളെങ്ങാനും ഇവിടെ വെച്ചുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ട് ഷഹീദായി പോയാൽ നിങ്ങൾ നേരെ പോകുന്നത് ഇങ്ങോട്ടെന്നറിയുമോ? അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലാണ്. നബിതങ്ങൾ തന്റെ സഹാബികളോട് പറയുന്നു, നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടെങ്ങാനും ഷഹീദായാല് നേരെ പോകുന്നത് എന്റെ പ്രിയപ്പെട്ട സഹാബികളെ സ്വർഗ്ഗലോകത്താണെന്ന് പറഞ്ഞിട്ടതാ ചൊക്കർമേബി സഹബൊക്കെയിലും ഉണർവികളുമൈകളിൽ സുത്താര ചുവന തോരി അഴകൊത്ത മികത്തരിമുത്തവിനത്തിൽ സുഖസ്ഥാന കസറ അരുളുമേ വിസ്താരം കസറ തക്ക പതിവിയിൽ തക്കെ ഹക്കാർ ഒലിക്കോ മേരെ സാപക്ക വച്ചാടി പാങ്കനായി പൊളുത്തോങ്ങിയും ഒരു തേണ്ടകൾ തൊണ്ട് കൊണ്ടേതാൾ തെമ്പീലൊരു രസമേ ഒടുവി എന്നാളും സുഖമേ. എന്റെ പ്രിയപ്പെട്ട സഹാബികളെ, ശത്രുക്കളുമായി പടവെട്ടിക്കൊണ്ട നിങ്ങളെങ്ങാനും ഷഹീദായാല് നിങ്ങൾ നേരെ പോകുന്ന സ്വർഗത്തിലാണ്. പച്ചക്കിളികളെ പോലെ നിങ്ങൾക്ക് ആ സ്വർഗത്തിൽ നിങ്ങൾക്ക് പാറിക്കളിക്കാം സഹാബ എന്ന് അല്ലാഹുവിന്റെ റസൂല് എന്റെ സഹാബികളോട് പറഞ്ഞപ്പോൾ സഹാബാ കിറാമുകളാ ആവേശത്തിമർപ്പോടുകൂടെ ശത്രുക്കളുമായി പടവെട്ടാൻ തയ്യാറായി നിൽക്കുകയാണെന്ന് പ്രിയപ്പെട്ടവരെ, നമ്മളും ആഗ്രഹിക്കുന്നതുണ്ട് ആ സ്വർഗം വേണമെന്നാണ്. നമ്മളും പലപ്പോഴും കൊതിക്കുന്നത് ആ സ്വർഗത്തിന് വേണ്ടിയാണ്. പക്ഷേ ആ സ്വർഗം വാങ്ങാന് നമ്മളെ കയ്യിൽ എന്താണ് സഹോദരന്മാരെ ഉള്ളത്? ഒന്നുമില്ല. അതുകൊണ്ട് പടച്ചറപ്പിനോട് നീ പ്രാർത്ഥിച്ചോ.